കനത്ത മഴയിലും കാറ്റിലും കാലപ്പഴക്കം ചെന്ന ലയങ്ങളിലെ തൊഴിലാളികൾ ഭീതിയിലാണ്. അടച്ചുപൂട്ടിയ തോട്ടങ്ങളിലെ ലയങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങൾ ഉൾപ്പെടെയുള്ളവർ ദിവസങ്ങളായി ഭീതിയിലാണ് കഴിയുന്നത്. ഉപ്പുതറ, ഏലപ്പാറ, വണ്ടിപ്പെരിയാർ, പീരുമേട് പഞ്ചായത്തുകളിലെ എസ്റ്റേറ്റ് ലയങ്ങളാണ് അപകടാവസ്ഥയിലുള്ളത്. കഴിഞ്ഞ ദിവസം മാലാടിയിൽ വൻമരം കടപുഴകി വീണ് ലയം തകർന്നിരുന്നു. ഇവിടെ താമസിച്ചിരുന്ന തൊഴിലാളികളെ മാനേജ്മെന്റ് തന്നെ പുതിയ ലയങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചു. എന്നാൽ ലയങ്ങൾക്ക് സമീപത്തെ വൻമരങ്ങൾ മുറിച്ചുമാറ്റാൻ വർഷങ്ങളായി തൊഴിലാളികൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്നതാണ്. 2 വർഷം മുൻപും ഇതേ സ്ഥലത്ത് വൻമരം വീണ് അപകടം സംഭവിച്ചിരുന്നു. എന്നിട്ടും എസ്റ്റേറ്റ് മാനേജ്മെന്റ് മാത്രം യാതൊരു കുലുക്കവുമില്ല. പിന്നെ ഇവിടൊക്കെ ഇതൊക്കെ ഇങ്ങനെ പോസ്റ്റൊക്കെ ഇങ്ങനെ അമിങ്ങിയിരിക്കുന്നല്ല, ഇനി നമുക്ക് എങ്ങനെ ഇരിക്കുന്ന അറിയത്തില്ലല്ലോ. വലിയൊരു കാത്തൊക്കെ വന്നാൽ എങ്ങനെ ഇരിക്കുമോ അറിയത്തില്ല. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ തൊഴിലാളികളെ പൂർണ്ണമായും മാറ്റി പാർപ്പിക്കാൻ വേണ്ട ക്രമീകരണം ചെയ്യാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാസവ ഇതുപോലെ സംഭവിച്ചിട്ട്. ഇനി എന്താ കാണുന്നുണ്ട്, ആ മരങ്ങളൊക്കെ ഇങ്ങോട്ടല്ല വരും. അപ്പൊ ഇനി എന്നെ ചെയ്യരുത്, ഇങ്ങനെ അതാ ചെയ്യണം. അവർ പറയും, എപ്പോഴും അങ്ങനല്ല പറയരുത്. ചെയ്ത് തരത്തില്ലെന്ന് പറയത്തില്ല. അവര് ഏത് തൊഴിൽ ചെയ്ത് പറഞ്ഞാലും ചെയ്തു തരാം 2 നാളേക്കുള്ള ചെയ്തു തരാം, ഒരാഴ്ചക്കുള്ള ചെയ്തു തരാം, അങ്ങനെ തന്നെ പറയും. മഴയും കാറ്റും ശക്തമായതിന് പിന്നാലെ തോട്ടമേഖലയിൽ ലയങ്ങളുടെ അവസ്ഥ തൊഴിൽ വകുപ്പ് വിലയിരുത്തി. ട്രേഡ് യൂണിയനുകളുടെയും എസ്റ്റേറ്റ് മാനേജ്മെന്റുകളുടെയും യോഗം 2 തവണ ചേർന്ന സാഹചര്യം വിലയിരുത്തി. നിലവിൽ തൊഴിലാളികളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമില്ലെന്നാണ് യോഗത്തിൽ മാനേജ്മെന്റുകൾ അറിയിച്ചതെന്ന് പ്ലാന്റേഷൻ ഇൻസ്പെക്ടർ ദിനേശ് നെടുവണ്ണ പറയുന്നു. ഇടുക്കി വിഷൻ, കുമളി.